കൊച്ചിയിൽ റിട്ടയേർഡ് അധ്യാപികയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോണേക്കര പ്രതീക്ഷാ നഗറിൽ താമസിക്കുന്ന വനജയാണ് മരിച്ചത്. വീട്ടിനുള്ളിലെ കിടക്കയിൽ രക്തം വാർന്ന് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇന്നലെ പകൽ മുഴുവൻ വീട്ടിൽ വനജ തനിച്ചായിരുന്നു. രാത്രി 9:30 ബന്ധുക്കൾ എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് അരികിൽ നിന്ന് ഒരു കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ വീണ്ടും ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കേണ്ടത്? കാരണം മൃതദേഹത്തിന് അരികിൽ നിന്ന് ഒരു കത്തി കിട്ടുന്നു, രക്തം വാർന്നാണ് മരിച്ചത്. ഈ പോലീസ് എന്താണ് പറയുന്നത്? ഇത് മരണകാരണം, അതായത് ഏതെങ്കിലും ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായി നടത്തിയിട്ടില്ല. പക്ഷേ രണ്ട് സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായ അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മൃതദേഹത്തിൻ്റെതായിട്ടുള്ള അസ്വാഭാവികമായിട്ടുള്ള ചില മുറിവുകൾ, ഇതെല്ലാം മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിലേക്കുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പോലീസിനെ സംശയിപ്പിക്കുന്നത്. 70 വയസ്സുള്ള ഒരു റിട്ടയർഡ് സംഗീത അധ്യാപികയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് ഈ മരിച്ച നിലയിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഈ കിടപ്പുമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ 2 കൈകളുടെയും കൈഞ്ഞരമ്പുകൾ മുറിച്ച നിലയിലാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശരീരത്തിലെ മറ്റു പലയിടത്തും പലതരത്തിലുള്ള മുറിവുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകം നടന്നിട്ടുണ്ടോ, കൊലപാതകത്തിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ആത്മഹത്യയാകാനുള്ള സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല. ഈ കത്തി, കൈ ഞരമ്പ് മുറിക്കാൻ ഉപയോഗിച്ചത് എന്ന് കരുതുന്ന കത്തിയും ഈ മൃതദേഹത്തിന് തൊട്ടടുത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഈ വയോധിക മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 പേർ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഈ വയോധികയെ കൂടാതെ ഇവരുടെ സഹോദരനും ഭാര്യയുമാണ്. അവർ ആ സമയത്ത് ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോയിരിക്കുകയായിരുന്നു. വീടിൻ്റെ വാതിൽ പുറമേ നിന്ന് പൂട്ടുന്ന ഒരു സാഹചര്യമില്ല. കാരണം പ്രായമുള്ള സ്ത്രീ ആയതിനാൽ കൂടുതൽ ഇടപഴകാൻ സൗകര്യത്തിന് വേണ്ടി വാതിലുകൾ പൂട്ടുന്ന ഒരു പതിവില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഒരു നായയും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നായയെ സാധാരണയായി വീടിനകത്ത് തന്നെ, ആ വീട് വളപ്പിനകത്ത് തന്നെയാണ് കരുതാറ്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം അത് തുറന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രദേശവാസികൾ ആശങ്കയോടെ കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കൊലപാതകമാണ് എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ശരീരത്തിലുള്ള മറ്റു മുറിവുകളാണ്. 2 കൈഞ്ഞരമ്പുകൾ മുറിച്ചതിനപ്പുറത്തേക്കുള്ള ചില മുറിവുകൾ കൂടി ശരീരത്തിലുണ്ട് എന്നുള്ളതാണ്. മൃതദേഹം ഇപ്പോഴും ഈ സ്ഥലത്ത് തന്നെ തുടരുകയാണ്. റിട്ടയേർഡ് അധ്യാപികയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടെടുത്തതിന് തൊട്ടടുത്തൊരു കത്തി കണ്ടെത്തിയിട്ടുണ്ട്. രക്തം വാർന്നു മരിച്ച നിലയിലാണ്. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.